എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഡോഫ്ലമിംഗോ ട്രഫാൽഗർ ലോയെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഡോഫ്ലമിംഗോ ട്രഫാൽഗർ ലോയോട് പറയും, സത്യത്തിൽ നിനക്കൊരു കാര്യം അറിയോ? 200 വർഷങ്ങൾക്ക് മുൻപ് 20 രാജ്യത്തിലെ കിങ്ങുകൾ അവരൊന്നിച്ചു കൂടിയാണ് ഇപ്പൊ കാണുന്ന വേൾഡ് ഗവൺമെന്റിനെ ക്രിയേറ്റ് ചെയ്തത്. സോ ആ 20 കിങ്ങുകൾ അവരുടെ രാജ്യം വിട്ട് പോയതിനെ തുടർന്ന് അവിടെ ഓൾട്ടർനേറ്റീവായിട്ട് പുതിയ രാജാക്കന്മാരുണ്ടായി. സോ ഈ ഒരു ടെസ്റോസ ഐലാൻഡിൽ നിന്ന് നേവിയിലേക്ക് പോയ ആ ഒരു ഫാമിലിയിലെ മെമ്പറാണ് ഞാൻ. യഥാർത്ഥത്തിൽ ഈ ഒരു ഐലാൻഡ് അത് എൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. അതിനുശേഷം സീസറിന്റെ ഹാർട്ട് അത് അവന്റെ പോക്കറ്റിൽ നിന്ന് തട്ടിയെടുക്കും. ട്രഫാൽഗർ ലോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ പറയുന്നത് കേട്ട് ട്രഫാൽഗർ ലോ ഷോക്കാവും. പതിയെ ഇവിടുന്ന് മൂവ് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ട്രഫാൽഗർ ലോ ശ്രമിച്ചു നോക്കും. ആ ബ്ലൈൻഡ് മാൻ ആളങ്ങനെ ആളുടെ പവർ വെച്ച് അവനങ്ങനെ പ്രസ് ചെയ്യും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നാമിയ ടീമിനെ കാണിക്കും. ആ ചപ്പർത്തലച്ചി ആന്റി ആണെങ്കിൽ നാമിയ ടീമിനെ എല്ലാവരെയും ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോ പോലെ ആക്കി മാറ്റും. നാമിയാണെങ്കിൽ നിലവിളിക്കും. ആ ചപ്പർത്തലച്ചി ആന്റി ആ കപ്പലുമായിട്ട് ഗ്രീൻ ബിറ്റിലേക്ക് കൊണ്ടുപോവാണ്. ഇവിടെ ബ്രൂക്ക് മാത്രം അവന്റെ ഗിറ്റാറൊക്കെ എടുത്ത് പാട്ട് വായിച്ചുകൊണ്ടേയിരിക്കും. മൊമന്റോസ്കിക്ക് ആണെങ്കിൽ അതുകൊണ്ട് ടെൻഷനാവും. ബ്രൂക്ക്, നീ എന്തായി ചെയ്യണേ? നിന്റെ ടീംമേറ്റ്സ് അല്ലേ ഇവിടെ ഈ ചുമരിൽ കിടന്ന് തൂങ്ങണേ? നിനക്ക് അല്പമെങ്കിലും കാരുണ്യം അവരോട് കാണിച്ചൂടെ? നീ വേണ്ടേ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കാൻ? അതിന് ബ്രൂക്ക് ആണെങ്കിൽ എന്തൊക്കെയോ മറുപടി പറഞ്ഞ് വീണ്ടും ചപ്പർത്തലച്ചി ആന്റി ആണെങ്കിൽ ബ്രൂക്കിനെ സപ്പോർട്ട് ചെയ്യും. അവന് മാത്രമേ നിങ്ങളുടെ കൂടെ കലാപരമായിട്ടുള്ള കഴിവുള്ളൂ. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ 3 പേരെയും ഞാൻ ആർട്ടാക്കി മാറ്റും. ആർട്ടിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ചപ്പർത്തലച്ചി ആന്റി ആണെങ്കിൽ അവരെ നോക്കി പൊട്ടിച്ചിരിക്കും. നാമിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബ്രൂക്ക് ആണെങ്കിൽ ആ ചപ്പർത്തലച്ചി ആന്റിയുമായിട്ട് കട്ട സപ്പോർട്ടിൽ നിൽക്കുകയാണ്. അതിനുശേഷം ആന്റിയോട് പറയും, ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ ഈ വയലിനും സ്റ്റിക്കും ഇത് രണ്ടും മാത്രം പഴയതുപോലെ നോർമലാക്കി തരുമോ? എങ്കിൽ എനിക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് മ്യൂസിക് വായിക്കാൻ പറ്റും. അപ്പുറത്തലച്ചി ആന്റി ആണെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കില്ല. സെക്കൻഡുകൾ കൊണ്ട് അത് നോർമലാക്കി കൊടുക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാർക്ക് ിന്റെ യഥാർത്ഥ ബുദ്ധി അതെന്താണെന്ന് മനസ്സിലാവുക. ചപ്പർത്തലച്ചി ആന്റി ആണെങ്കിൽ ഒരു അടിപൊളി പാട്ട് വായിക്കാൻ നമ്മുടെ ബ്രൂക്കിനോട് പറയും. അതിന് ബ്രൂക്ക് സിമ്പിളായിട്ട് അവന്റെ സ്ക്വാഡ് എടുത്ത് ഒരൊറ്റ വീശും. ആ ഒരു വീശില് ആന്റിയുടെ കാറ്റ് പോയി താഴേക്ക് വീഴാണ്. ഞൊടിയിടയിൽ നമ്മുടെ എല്ലാ ആൾക്കാരും കപ്പലും ഒക്കെ തന്നെ നോർമലായി മാറും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ സോറോയെയും ആ സാമുറായെയും കാണിക്കും. അവർ രണ്ടുപേരും ഇപ്പൊ പാലസിനെ ലക്ഷ്യമാക്കി വന്നിരിക്കുകയാണ്. ആക്ച്വലി നമ്മുടെ സാഞ്ചി അവൻ സോറോയായിട്ട് തർക്കിച്ച് ഞാൻ നാമിയെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് കപ്പലിനെ ലക്ഷ്യമാക്കി പോയി. ടാഞ്ചി കപ്പലിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫോൺ അത് സോറോയുടെ കയ്യിൽ കൊടുത്തു. ഇപ്പൊ ഇവർ രണ്ടുപേരും ആ പാലസിന്റെ എൻട്രൻസിൽ നിൽക്കുകയാണ്. സോറോ ആണെങ്കിൽ ഇപ്പൊ സാമുറായിനോട് ചോദിക്കും, നമ്മൾ എങ്ങനെ അകത്തേക്ക് കയറും? നിന്റെ തലയിൽ എന്തെങ്കിലും ബുദ്ധി വിളിച്ചുണ്ടോ? അതിനവൻ പറയും, സത്യത്തിൽ എനിക്കും ഒരു ഐഡിയ ഇല്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നേ ചോദിക്കായിരുന്നു അകത്തേക്ക് പോകാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് മാക്സിന്റെ തൊട്ട് മുകളിലായിട്ട് പച്ചത്തലേനെ കാണിക്കും. അവനാണെങ്കിൽ സോറോയുടെ 3 സ്ക്വാഡും കണ്ട് ലൂഫിയുടെ ടീമിലുള്ള സോറോ ആണെന്ന് മനസ്സിലാക്കും. അവനിപ്പോ സോറോയുടെ പേര് വിളിച്ച് അലറാൻ തുടങ്ങും. സോറോ, ഇത് ഞാനാണ്, ഒന്നിങ്ങോട്ട് നോക്ക്, ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ്, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടവും ആരാധനയൊക്കെയാണ്. എന്റെ നിലവിളിയൊക്കെ കേട്ട് സോറോയും സാമുറായും അവർ രണ്ടുപേരും വണ്ടടിക്കും. ഈ ശബ്ദം ഇത് എവിടുന്നാന്നും പറഞ്ഞ് അവർ മുകളിലേക്ക് നോക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ റെബേക്കയെ കാണിക്കും. അവൾ ആരെയും തിരികെ അറ്റാക്ക് ചെയ്യാതെ വരുന്നവരെ എല്ലാവരെയും വെള്ളത്തിലേക്ക് തള്ളിയിടുകയാണ്. ലൂഫി അത് കണ്ട് റെബേക്കയ്ക്ക് കട്ട സപ്പോർട്ട് കൊടുക്കും. കട്ട് ചെയ്ത ഇവിടെ നാമി അവൾക്കിപ്പോൾ ഭയങ്കര ആശ്വാസം. അവള് ഓപ്പറിനെയും മൊമന്റോസ്കെയും മടിയിൽ കിടത്തി അവരെ തലോടുകയാണ്. അതിനുശേഷം ബ്രൂക്കിനോട് പറയും, താങ്ക് യു വെരി മച്ച്. നിന്റെ ബുദ്ധി അത് റോക്കറ്റ് തന്നെ. നിന്റെ തലയിൽ ഇത്രയും ഐഡിയാസ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിനവനും താങ്ക്സ് ഒക്കെ പറഞ്ഞ് നൈസായിട്ട് നാമിയുടെ മടിയിൽ കിടക്കാൻ പോവും. അത് കണ്ട നാമി അവന്റെ തലയ്ക്കൊരൊറ്റയാട്ടി. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ ചപ്പർത്തലച്ചി ആന്റി അവരെഴുന്നേറ്റ് വരികയാണ്. അവർക്കിപ്പോൾ ഏറ്റവും ദേഷ്യം ബ്രൂക്കിനോടാണ്. നീ എന്നോട് ഫ്രണ്ട്ഷിപ്പ് അഭിനയിച്ച് അവസാനം എന്നെ തന്നെ ചതിച്ചു അല്ലേ? ഇനി എൻ്റെ അൾട്ടിമേറ്റ് പവർ ഉപയോഗിച്ച് എന്നേക്കുമായിട്ട് ഞാൻ നിന്നെ വാഷ് ഔട്ട് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് അവളിപ്പോ അങ്ങനെ നടന്നെടുക്കും. അവളുടെ ആർട്ട് ക്ലൗഡ്സ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു കടല് അതിപ്പോ ഒരു കാടാക്കി മാറ്റുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. അവരങ്ങനെ വണ്ടടിച്ച് അത് നോക്കി നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബേബി ഫൈയെയും കോട്ടും സൂട്ടും ഇട്ട വേറൊരുത്തനെയും കാണിക്കും. അവനാണെങ്കിൽ ആകെ ടെൻഷനിലാണ്.
കാരണം മറ്റൊന്നുമല്ല, അവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കാന്ന് പറഞ്ഞ വയലറ്റ് അവളിപ്പോ കാലു മാറി. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ അവന്റെ തല അതങ്ങനെ വീർപ്പിച്ച് കൊണ്ടുവരും. ബേബി ഫൈക്കാണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ച് പേടിയാവും. അവളെ കൊണ്ട് പറ്റും പോലെ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം അവന്റെ തല അതങ്ങനെ പൊട്ടിത്തെറിച്ച് മുള്ളം പന്നിയെ പോലെ കുറച്ച് മുടിയൊക്കെ പുറത്തേക്ക് വരും. മുടിയനാണെങ്കിൽ വമ്പം കലിപ്പില് അവളോട് പറയും, ഒരു കാരണവശാലും ആ വയലറ്റിനെ വെറുതെ വിടാൻ പാടില്ല. സത്യത്തിൽ അവളുടെ പവർ അത് മാത്രം മതി ആ സ്ട്രോഹ ടീമിനെ മുഴുവനും കണ്ടെത്താനും ഈസി ആയിട്ട് ട്രാപ്പ് ചെയ്ത് നശിപ്പിക്കാനും. അവൾ ഒറ്റ ഒരുത്തി കാരണം നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. മാത്രമല്ല നമ്മുടെ പ്ലാനിങ് പലതും തെറ്റി. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ വയലറ്റിനെയും സാഞ്ചയും കാണിക്കും. അവരാണെങ്കിൽ ഇപ്പൊ എവിടേക്കോ കാര്യമായിട്ട് നടന്നു പോവാണ്. അവരുടെ ലക്ഷ്യം അത് നാമിയ ടീമിനെ കണ്ടുപിടിക്കുക എന്നതാണ്. അവര് ഗ്രീൻ ബിറ്റ് ലക്ഷ്യമാക്കിയാണ് പോയതെന്ന് വയലറ്റിന് നന്നായിട്ട് അറിയാം. സാഞ്ചി ആണെങ്കിൽ വയലറ്റിനോട് ചോദിക്കും, നീ എന്തിനാ ആവശ്യമില്ലാത്ത റിസ്ക് ഏറ്റെടുക്കുന്നത്? എന്നോട് ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ ആ തുറമുഖത്ത് അവിടെ ഞങ്ങളെ കാത്തു നിൽക്കാനായിട്ട്. നീ ഇപ്പോ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ല. ഇങ്ങനെ പോയാൽ തീർച്ചയായിട്ടും നീ ആ വില്ലന്മാരുടെ കയ്യിൽ പോയി പെടും. അവള് പറയും, ആക്ച്വലി തുറമുഖത്ത് വലിയ പ്രശ്നമാണ്. അവിടെ നേവി കപ്പലുകൾ വന്നിട്ടുണ്ട്. ടോട്ടൽ ഒരു 3000 സോൾജേഴ്സ് എങ്കിലും മിനിമം അവിടെ ഉണ്ടാവും. എനിക്കൊരു പ്രത്യേക എബിലിറ്റി ഉണ്ട്. 4000 കിലോമീറ്റർ ദൂരത്തുള്ള കാര്യങ്ങൾ പോലും എനിക്ക് സെൻസ് ചെയ്ത് കണ്ടെത്താൻ പറ്റും. ഒരു ബേർഡ് എവിടേക്ക് പറക്കുന്നു, അതിന്റെ ലക്ഷ്യം അതെന്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയും. ഈ കൺട്രിയിലുള്ള എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പോ നമ്മുടെ ആൾക്കാരുടെ കപ്പൽ അതെവിടെയുണ്ടെന്ന് അന്വേഷിക്കും. അവളുടെ പവർ വെച്ച് തലങ്ങും വിലങ്ങും പരിശോധിച്ചിട്ടും കപ്പൽ എവിടെയുണ്ടെന്ന് മാത്രം അവളെ കൊണ്ട് കണ്ടെത്താനാവില്ല. ആക്ച്വലി നമ്മുടെ ചപ്പറത്തലച്ചി ആന്റി അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെയും ആ സ്ഥലത്തെയും മുഴുവൻ അവളുടെ പവർ വെച്ച് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് വയലറ്റിന് അത് കണ്ടെത്താൻ കഴിയാഞ്ഞത്. ഇവിടെ ആ ചപ്പറത്തലച്ചി ആന്റി അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. നാമി അവളുടെ സ്റ്റിക്ക് കയ്യിലെടുക്കും. ഓക്കെ, ഇനി വേറെ വഴിയില്ല, ഞാനും കളത്തിലിറങ്ങി ഫൈറ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് അവൾ ചാടി നിൽക്കും. നാമി ആണെങ്കിൽ ബ്ലാക്ക് കളറിൽ ഒരു ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യും. അതാ ചപ്പറത്തലച്ചി ആന്റി ഈസി ആയിട്ട് വിഴുങ്ങാണ്. നാമിക്ക് അത് കണ്ട് കിളി പോവും. വാവ്, ഇതിന്റെ ടേസ്റ്റ് അത് സൂപ്പർ ആണെന്ന് പറഞ്ഞ് ഇപ്പൊ ആന്റി ആളുടെ തല ഓപ്പൺ ചെയ്ത് പിങ്ക് കളറിൽ അതിലും വലിയൊരു ക്ലൗഡ് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കും. അത് കണ്ട് ബ്രൂക്ക് ആണെങ്കിൽ എടുത്തു ചാടി ആ ക്ലൗഡിനെ വെട്ടിത്തെറിപ്പിക്കുകയാണ്. പിന്നീട് ആ ചപ്പറത്തലച്ചി ആന്റിക്ക് നേരെ ഓടി അവരെ വെട്ടാനായിട്ട് ഒരുങ്ങും. പക്ഷെ ചപ്പറത്തലച്ചി ആന്റി ആള് നിസ്സാരക്കാരിയല്ല. ഒരുപാട് കൈകൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ബ്രൂക്കിനെ അറഞ്ചും പുറഞ്ചും അടിക്കും. ബ്രൂക്കാണെങ്കിൽ അവളുടെ ഓരോ അറ്റാക്കിൽ നിന്നും എടുത്തു ചാടി രക്ഷപ്പെടുകയാണ്. അതിന് ആന്റി ബ്രൂക്കിനെ നോക്കി പറയും, ഓ, നീ കണ്ണിമ വെട്ടാതെ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണല്ലേ. എനിക്കറിയാം എന്റെ സൗന്ദര്യം അത് നിന്നെ വല്ലാതെ കീഴ്പ്പെടുത്തിയെന്ന്. അതേസമയം നാമിയും ചോപ്പറും അവർ രണ്ടുപേരും കപ്പലിലുള്ള ആ കനോൺ റെഡിയാക്കുകയാണ്. അവളെ എങ്ങനെയെങ്കിലും ആ വലിയ കനോൺ ഉപയോഗിച്ച് വെടിവെച്ച് തെറിപ്പിച്ചു കളയണം. അതാണ് ഇപ്പൊ അവരുടെ ഏക ലക്ഷ്യം. നാമിയാണെങ്കിൽ ബ്രൂക്കിന് ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഉടനെ അവൻ ചാടി അവിടുന്ന് ഓടും. അടുത്ത സെക്കൻഡ് ലിവർ പിടിച്ച് വലിച്ച് ബോള് ഇപ്പൊ ചപ്പറത്തലച്ചി ആന്റിക്ക് നേരെ തെറിപ്പിച്ചു വിടും. അതങ്ങനെ ഫുൾ ഫോഴ്സിൽ തെറിച്ചു വന്ന് ആന്റി അടിച്ച് തെറിപ്പിച്ച് അവിടുന്ന് ദൂരേക്ക് കൊണ്ടുപോവാണ്. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. തെറിച്ചു പോയ അതേ ഫോഴ്സിൽ ആന്റി ഇപ്പൊ കപ്പലിലേക്ക് തന്നെ വരികയാണ്. നിങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്യുമല്ലേ, നിങ്ങൾ ഒറ്റ ഒന്നിനെ പോലും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവള് കപ്പലിലേക്ക് കുതിച്ചു വരും. ആന്റി കപ്പലിൽ എത്തേണ്ട താമസം മൊമന്റോസ്കി വലിയൊരു കട്ട വെച്ച് തലയ്ക്കൊരൊറ്റ അടി. നാമിയാണെങ്കിൽ തണ്ടർ ക്ലൗഡ് ക്രിയേറ്റ് ചെയ്ത് അത് ആന്റിയുടെ തലയിലേക്ക് അടുപ്പിക്കുകയാണ്. ആന്റിയുടെ കാറ്റ് പോയി ഇപ്പൊ അവര് താഴേക്ക് വീഴും. അപ്പൊ കറക്റ്റ് സമയം ഇവിടെ വയലറ്റിന് അവരെവിടെയാണെന്ന് പിടികിട്ടും. അവൾ ആ കാര്യം സാഞ്ചിയോട് പറയും. ഇവിടെ ആന്റിയുടെ കാറ്റ് പോയത് കണ്ട് നമ്മുടെ ആൾക്കാർ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.